കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലും രാഷ്ട്രീയ വിവാദം. മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്രാശയങ്ങളെയും തള്ളിക്കളയാനും എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന കല ഉയർത്തിപ്പിടിക്കാനും കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരു മാറ്റമില്ലല്ലോ. ഇവിടെ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാണ്? ഈ പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാത്രമാണ് വർഗീയത സംസാരിക്കുന്നത്. സ്റ്റേജും സന്ദർഭവും ഏതുമായിക്കൊള്ളട്ടെ, നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള അധപ്പതിച്ച ശ്രമം. എവിടെയും മതത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും. ഇനി ഈ കാര്യങ്ങൾ സംസാരിച്ചാണ്ടല്ലോ ഞാൻ ചെലവെടുത്ത് നിന്റെ തലയടിക്കും. 1ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന വേദിയാകട്ടെ, അല്ലെങ്കിൽ അംഗൻവാടി കുട്ടികൾക്കുള്ള റേഷനരി ബിരിയാണിയുടെ വിതരണോദ്ഘാടന ചടങ്ങായിക്കൊള്ളട്ടെ, നമ്മൾ വർഗീയത മാത്രമേ പ്രസംഗിക്കുകയുള്ളൂ. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ഗ്രേസമ്മ കുഞ്ഞ്, അറിയാതെ പറ്റിപ്പോയതാ. പറഞ്ഞു മനുഷ്യന്റെ വായിലെ വെള്ളം പറ്റി. നടക്കുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട ചടങ്ങാണെങ്കിലും സന്തോഷവേളയാണെങ്കിലും ആഘോഷവേളയാണെങ്കിലും നമ്മുടെ മുന്നിലിരിക്കുന്ന മുതിർന്നവരുടെ തലച്ചോറ് അതുമാത്രമായിരിക്കണം നമ്മുടെ കണ്ണിൽ കാണേണ്ടത്. അതുമാത്രമായിരിക്കണം നമ്മുടെ ആശയങ്ങളെയും പ്രസംഗത്തെയും നിയന്ത്രിക്കേണ്ടത്. കലാമേള ഉദ്ഘാടനം ചെയ്യാനാണ് മുഖ്യമന്ത്രി എത്തിയതെങ്കിലും ഉദ്ഘാടന പ്രസംഗത്തിലാകെ BJPയെ പരോക്ഷമായി വിമർശിക്കുന്ന രാഷ്ട്രീയമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ക്രിസ്മസ് കരോളിനെതിരായ ആക്രമണമടക്കം മുഖ്യമന്ത്രി പരാമർശിച്ചു. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ജാനകി എന്ന് പോലും പേരിടാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്നും സുരേഷ് ഗോപിയെ വേദിയിലിരുത്തി പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചു. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകി എന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക്. എന്താണ് അവിടെ നടക്കുന്ന ചടങ്ങ്? എന്താണ്? കൊച്ചു കുട്ടികളുടെ കലോത്സവം, അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള ഒരു പ്രസംഗമാണ് നടത്തുന്നത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വീട്ടിൽ പറയുള്ളൂ തെണ്ടി. അതായത് കുട്ടികളോട് കേരളത്തിലെ മുഖ്യമന്ത്രി സംവദിക്കുന്ന കാഴ്ച. കുട്ടികളുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഏത് രീതിയിലായിരിക്കണം അത് കാഴ്ചവെക്കേണ്ടത് എന്നതിനെ പറ്റി ധാരണയില്ലാത്തത് കൊണ്ടല്ല. കാരണം എന്താണെന്ന് നമുക്കറിയാം. മതത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ടായിരുന്നു. മതത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ ചില വർഗീയവാദികൾ ശ്രമിക്കും. മതത്തിന്റെ പേരിൽ മുതലെടുപ്പുകൾ നടത്താനും മോഷണം നടത്താനും മറ്റു ചില കലാപകാരികൾ ശ്രമിക്കും. കലാപമെല്ലാം സൈലന്റ് ആയിട്ട് ഇരുന്ന് അഴിച്ചുവിട്ടിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ, ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ് എന്ന് പറയാനും ഒരു വിഭാഗം ആളുകളുണ്ട്. നമുക്ക് മനസ്സിലായി. ക്രിസ്മസ് കരോളിന് നേരെ പോലും ആക്രമണം നടത്തുന്നത് നാം കണ്ടു. ഇത്തരം വേദികൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന് തക്ക വിവരമേ കയ്യിലുള്ളൂ എന്നറിയാമെങ്കിൽ പോലും കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഒരു നിരാശ തോന്നുകയാണ്. കാരണം ആ കലയുടെ ഒരു ഉത്സവ ലഹരിക്കിടയിൽ ഇത്തരം ഒരു പ്രസംഗം അവിടെ ഇരുന്ന് സഹിക്കേണ്ടി വരുന്ന ആളുകളുടെ ഗതികേട് ഓർത്തേ. നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുകയുള്ളൂ ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പ് വർത്തമാനങ്ങൾ ഒരു എളുപ്പമില്ലാതെ പറയാൻ. ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. ഉദാഹരണമായിട്ട് വേടന്റെ വരികളൊക്കെ ഒന്ന് കോട്ട് ചെയ്യാമായിരുന്നു മുഖ്യ. വേടന്റെ സാഹിത്യത്തെ കുറിച്ച് കൂടിയും വേടന്റെ വ്യക്തി ജീവിതത്തിലെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന തരത്തിലുള്ള പ്രവൃത്തികളെ കുറിച്ച് കൂടിയൊക്കെ വാചാലനാകാമായിരുന്നു. എങ്ങനെയാണ് ഇത്തരം വേദികളെ കുട്ടികൾ പ്രയോജനപ്പെടുത്തേണ്ടത്, ഭാവിയിൽ ഇതെങ്ങനെ അവർക്ക് പ്രയോജനപ്പെടും, ഈ വക കാര്യങ്ങളെ കുറിച്ച് ഒന്നും സംസാരിക്കരുത്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. മുസ്ലിങ്ങൾ ഭരതനാട്യം പഠിക്കരുതെന്നും ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടതാണ്. ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമുക്ക് ലക്ഷ്യം വോട്ട്, നമുക്ക് ലക്ഷ്യം വേദികൾ. കേരളത്തിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അർഹതയുള്ള 1065 കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. വന്ന് അടുത്ത കോമഡി. അത് ലഭിച്ചില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഒരു കുറവും വരാതെ നോക്കുവാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. നമ്മളിപ്പോ കാണുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകൾ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും നടത്തിയ പ്രസംഗമാണ്.
കുട്ടികളുടെ കണ്ണിൽ നോക്കി ഒരു ചെറു ചിരിയോടുകൂടി ഒരു ഔദ്യോഗികതയും ഇല്ലാതെ ഒന്ന് സംസാരിക്കാൻ ഇവർക്ക് കഴിയുമോ? നീ ഒന്നും ജീവിതകാലത്ത് നന്നാവില്ലടാ. നിയമസഭയിലാണോ ഇവർ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം സംസാരിക്കാൻ ഇവരുടെ പാർട്ടിയുടെ ഒരു വേദിയാണോ അത്? ഏതെങ്കിലും രക്തസാക്ഷിയെ അനുസ്മരിക്കുന്ന വേദിയാണോ അത്? അപ്പൊ വേദി ഏതായാലും ഇവർക്കൊറ്റ ലൈനേ ഉള്ളൂ. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും, അത് അവിടെ നിന്ന് യാന്ത്രികമായി വായിക്കും. ക്രിസ്മസ് കരോളിലുണ്ടായ പ്രശ്നം, അവിടെ ഉണ്ടായ വർഗീയത, ഇവിടെ കലയ്ക്കെതിരെ വരെ കലാപം അഴിച്ചുവിടുന്നു എന്നൊക്കെ പറയുമ്പോ എന്തല്ലേ കേവലം 4 വരി പാട്ടിനെതിരെ ഇവിടെ നടത്തിയ പുകില്, ഇവിടെ ഉണ്ടായ പ്രശ്നം, അതിനെക്കുറിച്ച് കൂടി ഒന്ന് പരാമർശിച്ചിരുന്നെങ്കിൽ ഒന്ന് ബാലൻസ് ആവുകയെങ്കിലും ചെയ്തേനെ. രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിന്റെ ഒരു അന്തസ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. അവിടെ സുരേഷ് ഗോപി എന്തായാലും സ്കോർ ചെയ്തു, അന്തസ് കാണിച്ചു. ഇതിനെയൊക്കെ യുക്തി എന്ന് പറയും, വിവേകം എന്ന് പറയും. വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണ്ടേ. ആരെങ്കിലും എഴുതി കൊടുത്ത അല്ലെങ്കിൽ വെറുതെ വെച്ച് നീട്ടിയ ഡിഗ്രി കൊണ്ടോ ഡോക്ടറേറ്റ് കൊണ്ടോ ഒന്നും നേടാൻ കഴിയാത്ത സാധനമാണ് വിവേകം. സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും സംസാരിക്കാനുമുള്ള കഴിവ്. നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി കൈവരിച്ച നേട്ടങ്ങളെ പറ്റി വാചാലരാകാനുള്ള വേദിയാണോ കുട്ടികളുടെ കലോത്സവ വേദി? കുട്ടികൾ ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ മുതിർന്ന ചില ആളുകളുടെ തലകളും ശ്രദ്ധകളുമാണ് നിങ്ങളുടെ ലക്ഷ്യം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത്തരം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നാട്ടുകാരുടെ പണം മുടക്കി ഒരുപാട് പരിപാടികൾ ഇവിടെ നടത്തുന്നില്ലേ? ഒത്തിരി PR വർക്കുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യുന്നില്ലേ? പിന്നെന്തിനാണ്? പക്ഷെ അതിനൊക്കെ വ്യക്തമായ ജനങ്ങൾക്ക് അറിയുന്ന മറുപടിയുണ്ട്. ജനങ്ങൾക്ക് ഇതിന്റെ എല്ലാം പിന്നില് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. അധികം നാളെ ആളുകളെ ചതിക്കാൻ പറ്റില്ല, എന്നെങ്കിലും ഇതിനൊരു അറുതി വരും. പിന്നെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മറ്റേ മോൻ പ്രയോഗം നടത്തി, അത് ഉചിതമായില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വിമർശനങ്ങളൊക്കെ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഗണേശൻ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇനിയിപ്പോ ഇറങ്ങിയിട്ടുണ്ട്, ഇനി എയിംസ് വരും, അത് തൃശ്ശൂരിൽ വരുമോ ആലപ്പുഴയിൽ വരുമോ? കാരണം തൃശ്ശൂരാണെങ്കിലും MP പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ. എങ്ങനെ? കാരണം തൃശ്ശൂരാണെങ്കിലും MP പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ, അതുകൊണ്ട് ആലപ്പുഴയിൽ മതി എന്നാ മതി. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. ഇനിയിപ്പോ ഇറങ്ങിയിട്ടുണ്ട്, ഇനി എയിംസ് വരും, അത് തൃശ്ശൂരിൽ വരുമോ ആലപ്പുഴയിൽ വരുമോ? അതിന് ഇയാൾ എന്തിനാ കിടന്ന് കയറ് പൊട്ടിക്കുന്നത്? ഇയാൾ ഇത് ആരെ പ്രതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ കിടന്നുകൊണ്ട് സുരേഷ് ഗോപിയുടെ പിന്നാലെ പോയി ചൊറിഞ്ഞ് സുരേഷ് ഗോപിയുടെ വായിരിക്കുന്നത് കേൾക്കുന്നത്? അപ്പോ ഏതാളാണ് ഇങ്ങനെ എയിംസിന്റെ കാര്യം പലയിടത്തും പറഞ്ഞു നടക്കുന്നത് എന്ന് ഗണേഷ് കുമാറിന് അറിയാത്തതുപോലെ തന്നെ ഏത് മോനാണ് എയിംസ് വരുന്നതിനെ കുറിച്ച് സംശയമെന്ന് സുരേഷ് ഗോപിക്കും അറിയില്ലായിരുന്നു. തന്റെ മുഖം കണ്ടാൽ അറിയാം അടി കൊള്ളാൻ വേണ്ടി ജനിച്ചു വീണതാണെന്ന്. ഇനിയിപ്പോ ഇറങ്ങിയിട്ടുണ്ട്, ഇനി എയിംസ് വരും, അത് തൃശ്ശൂരിൽ വരുമോ ആലപ്പുഴയിൽ വരുമോ? കാരണം തൃശ്ശൂരാണെങ്കിലും MP പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ, അതുകൊണ്ട് ആലപ്പുഴയിൽ മതി എന്നാ മതി. ഇത് എത്രാമത്തെ തവണയാണ് സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്ന അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വ്യക്തിഹത്യ ചെയ്യുന്നത്? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ആ ആള് ഈ ആളെന്ന് ഗണേഷ് കുമാർ പറഞ്ഞപ്പോ ആ മറ്റേ മോൻ, ഏത് മോനാണെന്ന് അറിഞ്ഞില്ല, ആ മറ്റേ മോൻ എന്നൊരു പ്രയോഗം സുരേഷ് ഗോപിയും നടത്തി. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. കിട്ടിയല്ലോ. എത്ര തവണയാണ് സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്ന് ഇയാൾ ഇങ്ങനെ ചൊന്നുകൊണ്ടിരിക്കുന്നത്? ഇത്തവണ എന്തായാലും സുരേഷ് ഗോപി തന്നെ തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയും. നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറുന്നോ ആ പെരുമാറ്റം മാത്രമേ നമ്മൾ തിരിച്ചും പ്രതീക്ഷിക്കാവൂ. അയ്യോ, സുരേഷ് ഗോപി കുറച്ച് കടത്തല്ലേ പറഞ്ഞത്, മറ്റേ മോൻ എന്നൊക്കെ പറഞ്ഞത് ഇച്ചിരി മോശമല്ലേ എന്ന് വിചാരിക്കും. അയ്യോ, ഒട്ടും മോശമല്ല. ഗണേഷ് കുമാറിന് അതൊക്കെ വളരെ കുറഞ്ഞു. കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് അവിടെ ഗണേഷ് കുമാർ സംസാരിച്ചിരുന്നെങ്കിൽ, സുരേഷ് ഗോപി തിരിച്ച് ബഹുമാനം കൊടുക്കാതിരുന്നെങ്കിൽ സുരേഷ് ഗോപിയെ വിമർശിക്കുന്നതിൽ കഴമ്പുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഇപ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ എയിംസ് വരുമെന്നൊക്കെ പറയുന്നു. ഇതൊന്നും നടക്കില്ല എന്ന് ഗണേഷ് കുമാറിന് പറയാമല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ തിരിച്ച് സുരേഷ് ഗോപിയും ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ഒന്നുമല്ല, എയിംസ് വരും എന്നൊരു മറുപടി കൊടുത്തേനെ. മനസ്സിലായ തന്റെ തലയിലും ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. വായി വരുന്നതൊക്കെ വിളിച്ചു പറയുന്നു, സുരേഷ് ഗോപിയുടെ വായിന്ന് വാങ്ങി കിട്ടുന്നു.
ചോദിക്കുന്നു, സുരേഷ് ഗോപി കൊടുക്കുന്നു. വല്ല ആവശ്യം ഉണ്ടായിരുന്നതാണോ? നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. കലയെ മതത്തിന്റെ പേരിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് കൊച്ചുകുട്ടികളോട് വാചാലനാകുന്ന മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടൻതുള്ളൽ വേദിയിൽ അവഗണന. പെൺകുട്ടികൾക്ക് പോലും വേഷം മാറാനുള്ള അടിസ്ഥാന സൗകര്യമില്ല. സാധാരണ രീതിയിലാണെങ്കിൽ നമുക്കൊരു സ്കൂളിൽ കുറച്ച് ക്ലാസ് റൂമുകൾ അനുവദിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ പോലും ഇല്ല. കുട്ടികൾ ഗേറ്റിന്റെ സൈഡിലും അവിടെ നിൽക്കുന്ന മരച്ചോട്ടിലും ഒക്കെ നിന്നാണ് വേഷം മാറുന്നത്. അവർക്ക് ഗ്രീൻ റൂം ഇല്ല എന്ന്. അത് പ്രാധാന്യമുള്ള കാര്യമല്ലല്ലേ? അതിൽ എന്തെങ്കിലും ഒരു മതത്തിന്റെ ഒരു സംഭവം വന്നിരുന്നെങ്കിൽ, അതായത് ഇന്ന മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം ഒരുക്കിയില്ല എന്നൊരു സംഭവം വന്നിരുന്നെങ്കിൽ കത്തിക്കായിരുന്നു. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. മതവിദ്വേഷം എന്താണ്, വർഗീയത എന്താണ്, ജാതി എന്താണെന്ന് എന്ന് പോലും ചിന്തിച്ചു തുടങ്ങാത്ത കുട്ടികൾക്ക് മുന്നിൽ ഇത്തരം ഒരു പ്രസംഗം, പ്രത്യേകിച്ച് ഇലക്ഷനോടനുബന്ധിച്ച് കാഴ്ചവെക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി കാണിച്ച യുക്തിയെ അങ്ങേയറ്റം അഭിനന്ദിച്ചു. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുവെന്ന് വിചാരിക്കണ്ട.